പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തില് ഒരേപോലെ പോകുന്ന രണ്ട് വചനങ്ങൾ. ഒന്നാമത്തേത്, അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. രണ്ടാമത്തേത്, വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് പരിശുദ്ധ മാതാവ് പരിശുദ്ധ ദൈവദൂതൻ ഇതേ കാര്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മറിയത്തെ, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നേരത്തെ വായിച്ചത്, അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. യൗസേപ്പ് പിതാവിനോട് മാലാഖ പറയുന്നത് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇത് മനുഷ്യകരങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യമല്ലെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇത് സ്വർഗം തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. അവരെ വിവാഹ നിശ്ചയം കഴിഞ്ഞതും സഹവസിക്കുന്നതിന് മുൻപ് സഹവസിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ, ഇവിടെ ഈ ക്രിസ്തുവിൻ്റെ ജനനം അത് സ്വർഗം തീരുമാനിച്ചിരിക്കുന്നതാണ്. ആ ഒരു വലിയ രക്ഷാകര ദൗത്യത്തിൽ നിനക്ക് നിന്റെ റോൾ എടുക്കാതെ മാറി നിൽക്കാം. യൗസേപ്പ് പിതാവിൻ്റെ മുൻപിലും ചോയ്സ് ഉണ്ട്. പരിശുദ്ധ മാതാവിനെ കിട്ടിയതുപോലെ തന്നെ യൗസേപ്പ് പിതാവിൻ്റെ മുൻപിലും ചോയ്സ് ഉണ്ട്. ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, അത് എങ്ങനെയാണ് ശരിയാവണമെന്നൊക്കെ പറഞ്ഞ ആൾക്ക് മാറിപ്പോകാം. സ്വർഗം തീരുമാനിക്കുന്ന ചില കാര്യങ്ങളിൽ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് പങ്കെടുക്കാനായിട്ട് മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളതാ ചോദ്യം. അത് സ്വർഗം തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ മാതാവിൻ്റെ മുൻപിൽ ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായിട്ടുള്ള എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് പറയണേ. പരിശുദ്ധ മാതാവും വിശുദ്ധ യൗസേപ്പ് പിതാവും ഇങ്ങനെ ഹിതത്തിന് മുൻപിൽ, ദൈവം തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ, അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതിയിൽ മുൻപിൽ സ്വയം സമർപ്പിക്കുന്നതും തങ്ങളുടെ റോള്, തങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി ഏറ്റെടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ധ്യാനം അത് തന്നെയാണ്. രണ്ടാമത്തെ വായനയിലാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ, അപ്പോസ്തലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ, ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാനായി, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. ഇത് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യമല്ല, ഇത് സ്വർഗം തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ഇങ്ങനെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കാനായിട്ടുള്ള ഇല്ലയോ എന്നുള്ളതാ ചോദ്യം. ക്രിസ്തു പിറക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചില മനുഷ്യരുടെ ജീവിത സമർപ്പണങ്ങളിലൂടെയാണെന്നറിയണം. അവർ പറയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. യൗസേപ്പ് പിതാവ് ഒന്നും മിണ്ടാതെ, പിന്നീട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു എന്നൊക്കെ, സ്വർഗം ആഗ്രഹിച്ചതുപോലെ അവരെ വഴി നടത്തി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെയുള്ള ചില മനുഷ്യരിലൂടെയാണ് ക്രിസ്തു പിറക്കുന്നതെന്നറിയാം. ഈശോയെ തന്നെ കാണണം. ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് ആൾ പറയും, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണത്, അത്രയ്ക്ക് പ്രയാസമുള്ളൊരു പീഡാനുഭവങ്ങളിലൂടെ പാനപാത്രത്തിലൂടെയാണ് ഞാൻ കടന്നു പോകേണ്ടത്. പറ്റുമെങ്കിൽ എടുത്തു മാറ്റുക. എങ്കിലും പിതാവേ, എൻ്റെയല്ല നിന്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവ് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ആ കാര്യത്തിൽ, ആ പീഡാസഹനങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ, അവിടെ നിന്ന് നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതിയിലൂടെ കടന്നു പോകാൻ ഞാൻ തയ്യാറാണെന്ന് രക്തം കൊടുത്തും ജീവൻ കൊടുത്തും നമുക്ക് മാതൃകയായി നിൽക്കുന്നത് ഈശോ തന്നെയാണ്. അങ്ങനെ സ്വയം സമർപ്പിക്കുന്ന, സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിനായി ജീവിതം വിട്ടുകൊടുക്കുന്ന, പിതാവേ എൻ്റെയല്ല നിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് പറഞ്ഞ് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്ന, മുഴുവനായി സമർപ്പിക്കാൻ മനസ്സാകുന്ന മനുഷ്യരിലൂടെ ഈ ലോകത്ത്, നമ്മുടെ പരിസരങ്ങളിൽ, നമുക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിലൊക്കെ ക്രിസ്തു പിറക്കും.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസത്തിൽ മിനിമം ഒരു 10 തവണയെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ. ഒരു കൊന്ത ചെല്ലുന്ന ആള് മിനിമം ഒരു 10 തവണ. എന്നിട്ട് നമ്മളിപ്പോഴും നമ്മുടെ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് കോംപ്രമൈസ് നടത്തും നമ്മൾ? ഒരു ജോലിക്ക് പോകാനായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാന ഉപേക്ഷിക്കില്ലേ? ഒരു ഓവർ ടൈം ചെയ്യാനായിട്ട് നമ്മൾ കുടുംബ പ്രാർത്ഥന വേണ്ടാന്ന് വെക്കില്ലേ? ഇങ്ങനെ ഓരോ കാര്യം എടുത്ത് നോക്കിക്കോ. എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ വേണ്ട എന്നും എൻ്റെ ജീവിതം അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പരുവപ്പെടുത്തിയാൽ മതി എന്നൊക്കെ ഒരാൾ തീരുമാനിക്കുന്നത്, അവിടെ ക്രിസ്തു ജനിക്കും, അവിടെ ക്രിസ്തുമസ് ആയിരിക്കും. സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നിടത്ത് ക്രിസ്തുമസിൻ്റെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ മാലാഖമാർ വിരുന്നിന് വരും, അവിടെ രാജാക്കന്മാർ താണുവണങ്ങും, അവിടെ ആട്ടിടയന്മാർ ഇങ്ങനെ അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കും. ഇങ്ങനെ എന്തൊരു സന്തോഷം നിറഞ്ഞൊരു ഒരു സാധ്യതയാണ് നമ്മൾ ഇല്ലാതാക്കി കളയണേ. എനിക്ക് എൻ്റെ ഇഷ്ടം മതി എന്ന് പറയുമ്പോൾ, ഞാൻ എനിക്കിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ, അവിടുത്തെ രാജ്യം വരണമെന്ന് പറയുമ്പോഴും തന്നിഷ്ടത്തിന് ജീവിക്കുന്ന നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സ്വർഗത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണെന്നറിയണം. തമ്പുരാനെ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കണക്ക് ഒന്നും മിണ്ടാതെ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം നടക്കട്ടെ എന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം പോലും അയാൾ മാറ്റിവെക്കുന്നുണ്ട്. ഭാര്യയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. ആൾക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും പരിശുദ്ധ മാതാവിനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ കല്ലെറിയാൻ വിട്ടുകൊടുത്തിട്ട് ആള് അവിടെ നിൽക്കില്ല. അത് ഉറപ്പ്. അതാ പറയണേ, നീതിമാനാകിയാലും രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ആൾക്ക് നാടുവിടാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഗർഭിണിയായ ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ആള് നാട് വിട്ടു എന്ന് പറഞ്ഞാൽ യൗസേപ്പ് പിതാവിൻ്റെ മരണമാണ് മുന്നിൽ കാണണ്ടേ, അല്ലെങ്കിൽ നാട് വിട്ടു പോക്കാ കാണണ്ടേ. എങ്കിലും അയാൾ തീരുമാനം മാറ്റുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണിതെന്നറിയുമ്പോൾ ഉപേക്ഷിക്കുന്നില്ല, ചേർത്ത് പിടിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരാളുടെ ജീവിതം ഒരു 180 ഡിഗ്രിയോ 360 ഡിഗ്രിയോ ഒക്കെ കീഴ്മേൽ മറിയുന്നത്. നേരെ ഉൾട്ടയാണ്, നേരെ തിരിയാണ്. ഇത്രയും നാൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരാൾ ഇപ്പോൾ ചേർത്ത് പിടിക്കാൻ തീരുമാനിക്കുന്നു. ഇത്രയും നാൾ ഇങ്ങനെ അകറ്റി നിർത്താൻ തീരുമാനിച്ച ഒരാൾ ഇപ്പോൾ കരുതാനായിട്ട് മനസ്സുറപ്പിക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ, അതിനനുസരിച്ച് തന്നെ ജീവിക്കാൻ, അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെ ഞങ്ങളിലൂടെ ഈ ലോകത്ത്, ഞങ്ങളുടെ പരിസരങ്ങളിൽ ക്രിസ്തു പിറക്കട്ടെ, ക്രിസ്തുവിൻ്റെ സന്തോഷം, ക്രിസ്തുമസിൻ്റെ വലിയ ആഹ്ലാദം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ആശീർവാദം നമുക്ക് ഈശോയിൽ നിന്ന് സ്വീകരിക്കാം. മുട്ടിന്മേലായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ തീരുമാനങ്ങളുണ്ട്, പക്ഷേ സ്വർഗം പറയുമ്പോൾ ഞാനത് ഉടനെ മാറ്റാൻ തയ്യാറാണ്. യൗസേപ്പ് പിതാവിൻ്റെ മനോഭാവമാണ്. പ്രധാനപ്പെട്ട തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പക്ഷേ അതൊന്നുമില്ല. അവിടെ നിന്ന് പറയുമ്പോൾ, സ്വർഗം തീരുമാനിക്കുമ്പോൾ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ ഇങ്ങനെ പിന്നിൽ ഉപേക്ഷിക്കുന്നുണ്ട്. തയ്യാറാണോ അതിന്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ പരിശുദ്ധ മാതാവ് പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യേ. ഇത് അമ്മ വഴിയായിട്ട് സ്വർഗം തീരുമാനിച്ചുറപ്പിക്കുന്ന കാര്യമാണെന്നറിയാവുന്നത് കൊണ്ട് പിന്നീട് ഒരു മറുവാക്കില്ല ക്രിസ്തുവിന്. കുരിശുമരണത്തിലേക്ക് ആദ്യത്തെ ചുവടുവയ്പ്പാണ് കാനായിലെ കല്യാണ വിരുന്നിലെ ആദ്യത്തെ അത്ഭുതം. എനിക്ക് എൻ്റെ തീരുമാനങ്ങളുണ്ട്, പക്ഷേ സ്വർഗത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതം ഇതാ അടിയറ വയ്ക്കുന്നു.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.